السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ സഹീഹായ ഹദീസുകൾ ഇമാം അൽബാനി റഹിമഹുള്ള അദബുൽ മുഫ്രദിൽ നിന്ന് സഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച സഹീഹുൽ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലടുത്ത ബാബു അൽ അറാബിയ്യ, അറാബിയത്തുമായി ബന്ധപ്പെട്ടുള്ള ബാബ്. ഇതിലെ ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ ദർസിൽ അവസാനത്തിൽ നമ്മൾ വായിക്കേണ്ടായി. അതായത് അറാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമികളിൽ താമസിക്കുന്ന അഥവാ പട്ടണ പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആളുകൾ തിങ്ങി താമസിക്കുന്നതിൽ നിന്ന് മാറി ഗോത്രങ്ങളും വിഭാഗങ്ങളുമായിട്ട് മരുഭൂമിയുടെ ഉള്ളിലായിട്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്ന ആളുകൾ, അവരെയാണ് പൊതുവെ അറാബികൾ എന്ന് പറയുന്നത്. അപ്പൊ ദീനിൽ അവർ പട്ടണങ്ങളിലേക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മദീനത്തേക്ക് അവർ വരിക എന്നുള്ളത് ഹിജറയായിട്ട് പരിഗണിക്കാറുണ്ട്. ഹിജറ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജറ ചെയ്തത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബികൾ ഹിജറ ചെയ്തതുപോലെ. അതുപോലെ തന്നെ അറാബികൾ അവരുടെ നാടും ഗോത്രവും എല്ലാം വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പട്ടണത്തിലേക്ക് വരുന്നതിനും ഹിജറ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഹിജറ ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് അവർ അറാബി ആയിക്കൊണ്ട് അഥവാ മദീനത്തിൽ അഥവാ പട്ടണത്തിൽ വന്നതിന് ശേഷം വീണ്ടും അവർ അറാബി ആയിക്കൊണ്ട് പോവുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള തെറ്റാണ്. അതിനെ സംബന്ധിച്ചിട്ടാണ് ഈ ബാബിൽ ഹദീസ്. അതിൽ ആദ്യത്തെ ഹദീസാണ് അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ കബായിറു സബ്ഉൻ, വൻപാപങ്ങൾ എന്നുള്ളത് 7 എണ്ണമാണ്. അവ്വലുഹുൻ, അതിൽ ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വഖത്ലുൻ നഫ്സ്, ഒരാളെ വധിക്കലാണ്. വറമ്യുൽ മുഹ്സനാത്ത്, ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി ആ നിലക്കുള്ള അപവാദങ്ങൾ പറയലാണ്, ആരോപിക്കലാണ്. നാലാമത്തേത് വല്ല അറാബിയത്തു ബഅദൽ ഹിജ്റത്തി, ഹിജ്റയ്ക്ക് ശേഷം വീണ്ടും അറാബിയായി മാറുന്നതാണ്. ബാക്കിയുള്ള 3 കാര്യങ്ങൾ വേറെ റിവായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു റിവായത്ത് അത് മർഫൂഇന്റെ ഹുക്മാണ്. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണെങ്കിലും ചില സഹാബികളുടെ വാക്കുകളെ ആ പറഞ്ഞ സന്ദർഭത്തെ പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, അഥവാ ഇപ്പൊ ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട വാക്കോ പ്രവൃത്തിയോ അനുവാദങ്ങളോ അതിനൊക്കെ മർഫൂആയ ഹദീസ് എന്ന് പറയും, ഉയർത്തിയത് എന്ന് പറയും. സഹാബികൾ പറഞ്ഞ വാക്കുകൾക്ക് മൗഖൂഫായ ഹദീസുകൾ എന്ന് പറയും. എന്നാൽ സഹാബികൾ പറഞ്ഞ വാക്കിനെ ചില സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട്, ഖറാഇനു റഫ് എന്നാണ് അതിന് ഉസൂൽ ഹദീസിൽ പറയുക, ചില സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിനെ മർഫൂഇന്റെ ഹുക്മ് നൽകും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തിയതുപോലെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹാബി പറയാണ്, ഉമിർനാ കദാ, ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടു. നുഹീനാ കദാ, ഞങ്ങളോട് ഇങ്ങനെ വിരോധിക്കപ്പെട്ടു. മിനസ്സുന്നതി കദാ, സുന്നത്തിൽപ്പെട്ടതാണ് ഇന്ന കാര്യം എന്ന നിലക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരോടെ കൽപ്പിക്കാനുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളൂ. അപ്പൊ സഹാബിയുടെ വാക്ക് ഈ ചില രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെന്തായിട്ടാണ് പരിഗണിക്കുക? അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ടതായിട്ടാണ് പരിഗണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണെങ്കിലും അഥവാ അടിസ്ഥാനപരമായിട്ട് സഹാബിയിൽ നിന്ന് വന്നിട്ടുള്ള മൗഖൂഫായ റിവായത്താണെങ്കിലും അതിന് ഹുക്മുൽ മർഫൂ ആണ്, ചില സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ വൻപാപങ്ങൾ 7 എണ്ണത്തിൽ 4 എണ്ണം പറയുന്നുണ്ട്. ബാക്കിയുള്ളത് ഇത് വിശദീകരിച്ച് ഇതുവരെയാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി പറയാം. അതിൽ ഒന്നാമത്തേത് പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കലാണ്. നമുക്കറിയാവുന്നതുപോലെ
പാപമോചനം തടയപ്പെടുന്ന, സ്വർഗപ്രവേശനം തടയപ്പെടുന്ന, നരകത്തിൽ ശാശ്വതമാക്കുന്ന കാര്യമാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊരാളെ സമനായി പരിഗണിക്കുക, അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ശിർക്കാണ്. അത് ഗൗരവമുള്ള തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തേത് ഏറ്റവും വലിയ പാപം ദുൽമ്, അക്രമം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശിർക്ക് എന്നുള്ളത്. രണ്ടാമത്തേത് ഖത്ലുൻ നഫ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വധിക്കാൻ അനുവാദം നൽകാത്ത ഒന്നിനെ വധിക്കുക എന്നുള്ളത്. അല്ലാഹു തആല ചില ആളുകളെ വധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ വിവാഹിതനായതിനു ശേഷം വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവനെ വധിക്കണം. ഇസ്ലാമിന്റെ വിധി അതാണ്. അല്ലെങ്കിൽ വേറൊരാളെ കൊന്നതിന് പകരമായിട്ട് അവനെ വധിക്കണം. അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അയാൾ മുർത്തദ്ദായി പോവുകയാണെങ്കിൽ അവന്റെ മേലെയുള്ള വിധിയും ഖത്ലാണ്, വധിക്കലാണ്. അല്ലെങ്കിൽ മുശ്രിക്കുകളുമായിട്ട് ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അഹ്ദൊന്നുമില്ല എങ്കിൽ, പരസ്പരം കരാറൊന്നുമില്ല എങ്കിൽ യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ മുശ്രിക്കീങ്ങളെ വധിക്കുക എന്നുള്ളത് യുദ്ധത്തിൽ അനുവദീയമാണ്. അപ്പൊ അതല്ലാത്ത നിലക്ക് ഒരാളെ വധിക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഒരാളെ വധിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്തെ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായി പണ്ഡിതന്മാരുടെ ഇജ്മാഉള്ള വിഷയമാണ് അതൊരാളെ വധിക്കലാണ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു വറമ്യുൽ മുഹ്സനാത്ത്. ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, യാതൊരു രീതിയിലും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ചില വാറ്റുകൾ ഗാഫിലാത്ത് എന്ന് കാണാം. അഥവാ വ്യഭിചാരം പോലെയുള്ള തെറ്റിനെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. അതിനെക്കുറിച്ച് അവർ ആലോചിച്ചു പോലുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള സ്ത്രീകൾ, അവരെ പറ്റി വ്യഭിചാരാരോപണം പറഞ്ഞു നടക്കുക എന്നുള്ളത് പലപ്പോഴും ഈ ഒരു പാപം അധികം ആളുകളും അത്ര ഗൗരവത്തിൽ കാണാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഏതെങ്കിലും ഒരു ആളെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനൊപ്പം കൂടിപ്പോവും. നമ്മളത് മനസ്സിലാക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഉണ്ടോ, അത് സത്യമാണോ, അത് യാഥാർത്ഥ്യമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ആരെങ്കിലും പറഞ്ഞത് കേട്ടതനുസരിച്ചിട്ട് പറയുന്നൊരവസ്ഥ, അത് വൻപാപമാണ്, ഗൗരവമുള്ള തെറ്റാണ്. നാലാമതായി ഹദീസിൽ പറഞ്ഞതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം. വൽ അറാബിയ്യതു ബഅദൽ ഹിജ്റതി. ഹിജ്റ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ടേക്ക് മടങ്ങുക എന്നുള്ളത് ഗൗരവമുള്ള വൻപാപമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അത് ദീനിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് പോലെയാണ്. കാരണം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഹിജ്റ ചെയ്ത് ഒരു നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തന്നെ പാടില്ല. അതേപോലെ തന്നെ ഹിജ്റ ചെയ്ത് അറാബിയായിരുന്ന അവസ്ഥയിൽ നിന്ന് പട്ടണത്തിലേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് അതുപോലെ ആവുക എന്നുള്ളത് വൻപാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. ഇതിന് തഅറബ എന്ന് പറയും. അത്തഅറുബ്, അറാബിയാകുന്നതിന്. ഇതേപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് തഗറുബ് എന്ന് പറയും. ഗൈന്, ഐന് കുത്തിട്ടിട്ടുള്ള ഗൈന്, തഗറുബ്. തഗറുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യനാവുക എന്നുള്ളത്. അതായത് പാശ്ചാത്യ സംസ്കാരങ്ങളുള്ള അഥവാ കുഫാറുകളുടെ നാടുകളിലേക്ക് പോകുന്നതിനാണ് തഗറുബ് എന്ന് പറയുന്നത്. അതും പണ്ഡിതന്മാർ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ഇസ്ലാമിന്റെ നാട്ടിൽ നിന്ന് ഒരു കുഫറിന്റെ നാട്ടിലേക്ക് പോവുക, യാത്ര ചെയ്യുക എന്നുള്ളത് ഗൗരവമായി താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ബറൂറത്തിന് വേണ്ടിയിട്ടല്ലാതെ പോകാൻ പാടില്ല. നിർബന്ധിതമായിട്ടൊരു സാഹചര്യം, രോഗത്തിന്റെ ചികിത്സയോ അല്ല അതുപോലെയുള്ള മറ്റെന്തെങ്കിലും നിർബന്ധ സാഹചര്യത്തിലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, കുഫാറുകളുടെ നാട്ടിലേക്ക്, കുഫറിന്റെ നാട്ടിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. പല ആളുകളും ശ്രദ്ധിക്കാതെ അത്ര വലിയ വറൂറത്തൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇസ്ലാമിക നാട്ടിൽ ലഭിക്കുന്ന ഒരു കാര്യമായിട്ട് പോലും അതല്ലാതെയും അത് ആ നാട്ടിൽ ലഭിക്കും, നമ്മുടെ നാട്ടിൽ ലഭിക്കും വിചാരിക്കുക, ഇസ്ലാമിക നാട്ടിൽ ലഭിക്കുമെന്ന് വിചാരിക്കുക, എന്നാൽ പോലും കുഫാറുകൾ നാട്ടിലേക്ക് പോകുന്നത് കാണാം. അത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റാണ്. ഇനി ഹദീസിലെ ബാക്കി 3 കാര്യങ്ങൾ, 7 കാര്യങ്ങൾ പറഞ്ഞല്ലോ, 4 പറഞ്ഞു. ബാക്കി 3 കാര്യങ്ങൾ അൽ ഫറാറു മിനൽ സഹഫ്, യുദ്ധ സന്ദർഭത്തിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഭയം കൊണ്ട് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. എന്നാൽ യുദ്ധതന്ത്രമായിട്ട് പിന്തിരിഞ്ഞ് മാറി നിൽക്കുന്നതിനോട് കുഴപ്പമില്ല. ഒരു യുദ്ധത്തിന് എന്തെങ്കിലും തന്ത്രമായിട്ട് മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നതോട് കുഴപ്പമില്ല. അതല്ലാതെ മുസ്ലിമീങ്ങളുടെ ധൈര്യം ചോരുന്ന നിലക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. അടുത്തത് വാക്കിലു മാലിൽ യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുക എന്നുള്ളത്. യതീമായ ഒരു കുട്ടിയുണ്ട്, വാപ്പ മരണപ്പെട്ടു, അപ്പൊ കുട്ടി യതീമായി. അപ്പൊ കുട്ടി യതീം എന്ന് പറയുന്നത് എപ്പോഴാണ്? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പെയാണ് ഒരാൾ യതീമാകുന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ യതീം എന്നുള്ള പേര് അവനിൽ നിന്ന് ഒഴിവാകും. അപ്പൊ അവന്റെ സമ്പത്ത് മേൽനോട്ടം ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉണ്ടാവും, കുടുംബക്കാരോ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ജോലിക്കാരോ ആളുകൾ ഉണ്ടാവും.
അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അർഹമായ രീതിയിൽ അതിൽ നിന്ന് എടുക്കാം, ശമ്പളം എന്ന നിലക്ക്, ഉജ്റത്ത് എന്ന നിലക്ക് എടുക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് അന്യായമായി കൊണ്ട് യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുക എന്നുള്ളത് നരകത്തി ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് ചില ഹദീസുകൾ കാണാം. അവസാനമായി ഹദീസിൽ പറയുന്നത് വഅക്ലു റിബ, പലിശ തിന്നുന്നതാണ്. പലിശയെ പറ്റി അറിയാം. പലതരത്തിലുണ്ട്. റിബൽ ഫദ്ൽ ഉണ്ട്, റിബൽ നസിയ ഉണ്ട്. പലിശ എന്ന ഇനത്തിൽ വരുന്ന ആ കാര്യങ്ങൾ അത് ഭക്ഷിക്കുക എന്നുള്ളത് വൻപാപത്തിൽ പെട്ടതാണ്. ഈ 7 കാര്യങ്ങളാണ് ഹദീസിലുള്ളത്. അടുത്ത ബാബു സാക്കിനിൽ ഖുറ, ഒരു നാട്ടിൽ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഹദീസുകൾ പൊതുവെ നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവും അവിടുത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് എളുപ്പത്തിൽ വായിച്ചു പോവുകയാണ്. عن ثوبان قال لي رسول الله صلى الله عليه وسلم, ثوبان رضي الله عنه പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ലാ തസ്കുനിൽ കുഫൂറ, കുഫൂറുകളിൽ നീ താമസിക്കരുത് എന്ന് പറഞ്ഞു. കുഫൂർ എന്ന് പറഞ്ഞാൽ മാ ബഅദ മിനൽ അർളി അനിന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടി താമസിക്കുന്നതിന് വിദൂരമായി കൊണ്ട് ആരും വരാത്ത, അങ്ങനെ ആളുകളൊന്നും സഞ്ചരിക്കാത്ത വിജനമായ പ്രദേശങ്ങൾ, അതിനാണ് കുഫൂർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീ ഒറ്റയ്ക്ക് മാറി നിന്ന് പോയി നീ താമസിക്കരുത്. ഫൈന സാകിനൽ കുഫൂരി കസാകിനിൽ ഖുബൂർ, കുഫൂറുകളിൽ താമസിക്കുന്ന ആളുകൾ അഥവാ ജനങ്ങൾ ഒരുമിച്ച് കൂടി താമസിക്കുന്നുണ്ട്, അതിന് വിജനമായി ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയി താമസിക്കുക, അങ്ങനെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖബറിൽ താമസിക്കുന്നത് പോലെയാണ്. കാരണം അവന് ദീനിയായ നിലക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ദീനിയായ അറിവ് ലഭിക്കാനോ, അന്നത്തെ കാലഘട്ടത്തിലാട്ടോ ദീനിയായിട്ടുള്ള അറിവ് നേടാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അങ്ങനെയുള്ള ഒരു പുരോഗതിയും ഇല്ലാതെ അങ്ങനെ അവസ്ഥയിലാണ് അവിടെ ആളുകൾ ഉണ്ടാവുക, ഒറ്റയ്ക്ക് പോയി താമസിക്കുന്ന ആളുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെ താമസിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാരണം ഖാൽ അഹ്മദ് കുഫൂർ അൽ ഖുറ, കുഫൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി നിൽക്കുന്ന വിദൂരമായിട്ടുള്ള ആ സ്ഥലങ്ങൾക്കാണ് കുഫൂർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ആളുകളോടൊപ്പം, മുസ്ലിമീങ്ങളോടൊപ്പം മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് താമസിക്കേണ്ടത്. ബാബുൽ ബദ്വി ഇല തലാഇ, ബദ്വ് അഥവാ നേരത്തെ പറഞ്ഞ പോലെ വിജനമായ പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള അരുവികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. عن شريح عن أبيه قال سألت عائشة عن البدر, شريح رضي الله عنه ഉപ്പ ഇല്ലെന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിച്ചു, قلت وهل كان النبي صلى الله عليه وسلم يبدو, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളിൽ നിന്ന് മാറി ഒറ്റക്കുള്ള ഇങ്ങനത്തെ ബദവിയായിക്കൊണ്ടുള്ള ഈ മരുഭൂമിയിലെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി പോകാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉണ്ട്. കാന യബ്ദു ഇലാ ഹഉലാഇ സിലാ, സിലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാഇൽ മാ, വെള്ളം ഒഴുകുന്ന അരുവി പോലെയുള്ള കാര്യങ്ങൾ. അപ്പോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ അരുവിയോ മറ്റോ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്, അവിടെ പോയി സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനാണ്. അപ്പൊ ഇതുപോലെയുള്ള ഉപകാരമുള്ള കാര്യങ്ങളിൽ പോകാറുണ്ടായിരുന്നു. അടുത്ത ബാബു തുഅ്ദതി ഫിൽ ഉമൂർ. തുഅ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൃതി കാണിക്കാതിരിക്കുക, എടുത്തുചാട്ടമില്ലാതിരിക്കുക, ഒരു കാര്യത്തിനെ സാവധാനം അവധാനതയോടുകൂടി കാര്യം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഏത് കാര്യത്തിലാവട്ടെ തുഅ്ദത്ത് ഉണ്ടാവുക അഥവാ അവധാനതയോടുകൂടി എടുത്തുചാട്ടമില്ലാതെ ഒരു കാര്യം അതിന്റെ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാൻ എടുക്കുക എന്നുള്ളതാണ് തുഅ്ദത്ത് എന്ന് പറഞ്ഞാൽ. ഇതിലെ ആദ്യം കൊടുത്തിരിക്കുന്നത് താബിഈ പണ്ഡിതനായിട്ടുള്ള സഹാബിയുടെ കാലത്ത് തന്നെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മൗലയായിക്കൊണ്ട് വളർന്ന വളരെ ശ്രേഷ്ഠനായ താബിഈ പണ്ഡിതനാണ് അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. അനിൽ ഹസൻ ഹുവൽ ബസ്രി, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അന്ന റജുലൻ തുവഫിയ വതറക ഇബ്നൻ ലഹു വമൗലൻ ലഹു, ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ആ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മൗല, ജോലിക്കാരനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു. ഫഔസ മൗലാഹു ബിബ്നിഹി, അദ്ദേഹത്തിന്റെ ജോലിക്കാരനോട്, മൗല എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് മോചിപ്പിച്ചിട്ട് ജോലിയായി നിൽക്കുന്ന, ഖിദ്മത്ത് ചെയ്ത് നിൽക്കുന്ന ആൾക്കാണ് പറയുക. ജോലിക്കാരനോട് പറഞ്ഞു, മകന്റെ കാര്യത്തിൽ വസിയത്ത് നൽകി, മകന്റെ കാര്യം നോക്കണം, അവനെ നല്ല രീതിയിൽ വളർത്തണം, മകൻ ചെറുതായിരിക്കാം, വളർച്ച ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു.
ഫലം യഅ്ലൂഹു ഹത്താ അദ്റക വസവ്വജഹു. ആ ജോലിക്കാരൻ എന്ത് ചെയ്തു? ഏറ്റവും നല്ല രീതിയിൽ ആ മകനെ വളർത്തുകയും വളർത്തിക്കൊണ്ടുവരികയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഫഖാല ലഹു, അങ്ങനെ ഒരു ദിവസം ആ മകൻ പറഞ്ഞു, ജഹിസ്നി അത്ലുബുൽ ഇൽമ ഫജഹസഹു. ആ മകൻ പറഞ്ഞു, എനിക്ക് ഇൽമ നേടണം, എനിക്ക് അറിവ് നേടണം, അതിനുവേണ്ടി എന്നെ ഒരുക്കണം, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി ഒരുക്കി. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം വന്നപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു ആലിമിന്റെ അടുക്കലെത്തി. അങ്ങനെ ആ ആലിമിനോട് കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചു. കാര്യം പഠിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ആലിമിന്റെ ഒപ്പം നിൽക്കുമ്പോൾ ആലിമിനോട് ചോദിക്കുകയുണ്ടായി. ഫഖാല ഇതാ, പിന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആലിം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാ അറദ്ത അൻ തൻതലിഖ ഫഖുൽ ലി ഉഅല്ലിംക. നീ പോകുന്ന സമയത്ത്, അഥവാ നീ എന്നെ വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നീ എന്നോട് പറയണം, ഞാൻ നിനക്ക് ചില പ്രത്യേക കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, പറഞ്ഞു തരാമെന്ന് ആലിം പറഞ്ഞു. ഫഖാല, അതിനൊരു ദിവസം ഈ മകൻ, അഥവാ മരണപ്പെട്ടു പോയ ആളുടെ മകൻ വന്നിട്ട് ഈ ആലിമിനോട് പറഞ്ഞു, ഹദറ മിന്നി അൽ ഖുറൂജ് ഫഅല്ലിംനി. എനിക്ക് പോകാൻ സമയമായി, ഞാൻ തിരിച്ചെന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്, ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ ആലിം ഇവന് പറഞ്ഞു കൊടുത്തു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വസ്ബിർ, നീ ക്ഷമയുള്ളവനാകണം, വലാ തസ്തഅജിൽ, ഒരു കാര്യത്തിലും നീ ധൃതി കാണിക്കരുത്, അഥവാ എടുത്തു ചാടരുത് എന്ന് പറഞ്ഞു. ഒരു കാര്യം അതിന്റെ എന്താണ് കാര്യമെന്ന് ആലോചിക്കാതെ എടുത്തു ചാടി നീ ചെയ്യരുത് എന്നുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു. ഇത്തഖില്ലാ, വസ്ബിർ, വലാ തസ്തഅജിൽ പറഞ്ഞു. ഖാല ഹസനു, ഹസൻ ബസ്രി ഈ സംഭവം പറയുന്നതിന്റെ ഇടയിൽ ഇത് പറഞ്ഞപ്പോൾ പറയാണ്, ഫി ഹാദാ അൽ ഖൈറു കുല്ലുഹു, ഈ 3 കാര്യത്തിൽ എല്ലാവിധ നന്മയുമുണ്ട്. ഫജാഅ വലാ യകാദു യൻസാഹുൻ ഇന്നമാ ഹുന്ന സലാസുൻ. അങ്ങനെ ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എന്ന് നിലക്ക് ഹസൻ ബസ്രി പറയാം. എന്നിട്ട് പറഞ്ഞു, ഫലമ്മാ ജാഅ അഹ്ലഹു നസല അൻ റാഹിലതിഹി. അങ്ങനെ ഇയാളുടെ കുടുംബത്തിലേക്ക്, ഭാര്യയുടെ അടുക്കിലേക്ക് എത്തുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി. ഫലമ്മാ നസല ദാറ, അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഹിദാ ഹുവ ബിറജുലിൻ നായിമുൻ മുതറാഹിൻ അനിൽ മർഅതി. ആ വീട്ടിൽ കയറിയപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുക്കൽ വേറൊരാൾ കൂടി കിടക്കുന്നതാണ് കാണുന്നത്, വേറൊരു പുരുഷൻ അവിടെ കിടക്കുന്നുണ്ട്. വൈദ ഇംറഅതുഹു നായിമത്തുൻ, ഭാര്യയാണെങ്കിൽ ഉറക്കത്തിലുമാണ്, ഭാര്യ ഉറങ്ങാണ്, അതിന്റെ അപ്പുറത്ത് വേറൊരാളും കിടക്കുന്നുണ്ട്. ഖാല, അപ്പൊ അയാൾ സ്വന്തത്തിൽ പറഞ്ഞു, വല്ലാഹി മാ ഉരീദു മാ അൻതദിറു ബിഹാദാ, ഞാൻ ഒരിക്കലും ഇവരെ എഴുന്നേൽക്കാൻ വേണ്ടി ഞാൻ കാത്തുക്കൂല, അതായത് ഇപ്പൊ തന്നെ ഞാൻ ഇവനെ കൊന്നുകളയും എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞു. വറജഅ ഇലാ റാഹിലതിഹി, അങ്ങനെ തിരിച്ച് വാഹനത്തിന്റെ അടുത്തേക്ക് പോയി. വാഹനമൃഗത്തിന്റെ അടുത്തേക്ക് പോയി. ഫലമ്മ അറാദ അൻ യഖുദ സൈഫ, അതിൽ നിന്ന് വാളെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഖാല, അവന്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഇത്തഖില്ലാ വസ്ബിർ വലാ തസ്തഅജിൽ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ക്ഷമിക്കണം, നീ ധൃതി കാണിക്കരുത്, എടുത്തു ചാടരുത് എന്ന ആലിം പറഞ്ഞ വാക്ക് ഓർമ്മ വന്നു. ഫറജഅ, വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. ഫലമ്മാ ഖാമ അലാ റഅസിഹി ഖാല, അങ്ങനെ അവിടെ കിടക്കുന്ന ആളുടെ തലഭാഗത്ത് അയാളുടെ അടുക്കൽ എത്തിയിട്ട് വീണ്ടും അസ്വസ്ഥായി. മാൻ തൽറു ബിഹാദാ ഷൈഅൻ, ഞാൻ ഒരിക്കലും കാത്തിരിക്കൂല, ഈ ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ അവനെ കൊല്ലണം എന്ന നിലക്ക് വീണ്ടും ദേഷ്യം വന്നു. ഫറജഅ ഇലാ റാഹിലതിഹി, വീണ്ടും വാഹനത്തിന്റെ അടുത്തേക്ക് പോയി. ഫലമ്മാ അറാദ യഖുദ സൈഫഹു ദകറഹു, വാളെടുക്കാൻ, അവനെ കൊല്ലാൻ വേണ്ടി വാളെടുക്കാൻ വന്നപ്പോൾ വീണ്ടും ആലിമിന്റെ ഈ വാക്കുകൾ ഓർമ്മ വന്നു. ഫറജഅ ഇലൈഹി, വീണ്ടും വാളെടുക്കാതെ വീണ്ടും മടങ്ങി. ഫലമ്മാ ഖാല അലാ റഅസിഹി ഇസ്തൈഖദ റജുൽ, അങ്ങനെ 3ാമത്തെ തവണ അടുത്തു പോയ സമയത്ത് ആ കിടക്കുന്ന ആള് എഴുന്നേറ്റു. എഴുന്നേറ്റ സമയത്ത് ഫലമ്മാ റആഹു, ഈ വന്ന ആളെ കണ്ടപ്പോ ആ കിടക്കുന്ന ആള് ചാടി എഴുന്നേറ്റു. വസബ ഇലൈഹി, ചാടി എഴുന്നേറ്റ്. ഫആനഖഹു വഖബ്ബലഹു വസഅലഹു, അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതായത് ആ സ്ത്രീയുടെ മെഹ്റമായിട്ടുള്ള ഒരാളാണ്. അത് ചിലപ്പോ ഇനി കുറെ കാലം എൽമ നേടിക്കൊണ്ട് മകൻ വലുതായതോ, അല്ലെങ്കിൽ ആ മെഹ്റമായിട്ടുള്ള ഒരാളാണ്, മെഹ്റല്ലാത്ത ഒരാളല്ല. അപ്പൊ അങ്ങനെ ഇയാൾക്ക് അറിയുന്ന ആവശ്യം മനസ്സിലാകാതെ പോയതാണ്. അപ്പൊ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഈ കിടന്നിരുന്ന ആള് ചോദിച്ചു, മാ സബ്ത ബഅദി, നീ എന്നെ വിട്ട് പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, എന്താണ് നേടിയത്, എന്തൊക്കെ ഉണ്ടായതെന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, അഥവാ ഈ മരിച്ച ആളുടെ മകൻ പറഞ്ഞു, അസബ്തു വല്ലാഹി ബഅദക ഖൈറൻ കസീറ, ഞാൻ നിങ്ങളെ വിട്ട് പോയതിനു ശേഷം എനിക്ക് ഒരുപാട് ഖൈറുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അസബ്തു വല്ലാഹി ബഅദക അന്നി മശീതു ലൈലത ബൈന അസ്സൈഫി വബൈന റഅസിക 3 മിറാർ,
എനിക്ക് ലഭിച്ചതിൽ ഞാൻ നിങ്ങളിവിടെ കിടക്കുന്ന സമയത്ത് ഈ രാത്രിയിൽ 3 തവണ നിങ്ങളുടെ അടുക്കൽ വാളെടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. വാളെടുക്കാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളെടുക്കാൻ വേണ്ടി പോയി വന്നിട്ടുണ്ട്. നിങ്ങളെ കൊല്ലാതിരിക്കാൻ ആകെ എന്നെ തടഞ്ഞൊരു കാര്യം ഞാൻ നേടിയ ഇൽമായിരുന്നു എന്ന വ്യക്തി പറയുകയുണ്ടായി. അഥവാ ആ ആലിം പറഞ്ഞ ഒരു വാക്ക്, ആ വാക്ക് എന്തായിരുന്നു? പിന്നെ എടുത്തു ചാടരുത്, ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടായിരിക്കണം, എന്താണ് കാര്യം എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഉപദേശം, അത് പ്രാവർത്തിക. അല്ലെങ്കിൽ എടുത്തു ചാടിയിട്ട് എന്തായിരുന്നു? ഇത് വധിച്ചിരുന്നെങ്കിൽ, കൊന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മഹ്റമായിട്ടുള്ള അയാൾക്ക് അറിയുന്ന ആളാണ്, മനസ്സിലാകാതെ പോയത് എന്തോ ആണ്, എന്താണ് കാര്യം കൃത്യമായി പറഞ്ഞിട്ടില്ല, പക്ഷേ സംഭവം മഹ്റമായിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്ന് അവധാനത കാണിച്ചത് കൊണ്ട് ആ ഒരു തെറ്റിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയുണ്ടായി. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഊഹങ്ങളെ പിൻപറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സാഹചര്യം കൊണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. എന്താണ് അവൻ അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ അതൊന്നും ഉറപ്പിക്കാനോ യാതൊരു സമയം ഉണ്ടാവില്ല. ഒരാൾ ഭാഗത്തിന് എന്തെങ്കിലും ഉണ്ടായാൽ അത് കുടുംബത്തിലാവട്ടെ, കച്ചവടത്തിലാവട്ടെ, ആദർശത്തിലാവട്ടെ, ദീനി മേഖലയിലാവട്ടെ, എല്ലാ മേഖലയിലും ആളുകൾക്ക് ഇന്ന് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനാറ്റ് അല്ലെങ്കിൽ തുഅ്ദത്ത് എന്ന് പറയുന്നത്, അഥവാ അവധാനത. ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടാതെ ആ കാര്യം എന്താണ്, എന്താണ് കാര്യമെന്ന് സ്ഥിരപ്പെടുത്താതെ എടുത്തു ചാടി ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ഹദീസിലെ പ്രധാനപ്പെട്ട പാഠം ആ 3 ഉപദേശങ്ങളാണ്. 1 ഇസ്തഖില്ല, 2 വസ്ബിർ, 3 വലാ തസ്തഅജിൽ. ഈ 3 കാര്യത്തിൽ എല്ലാ ഖൈറുകളും ഒരാൾക്ക് ലഭിക്കുമെന്ന് ഹസൻ ബഷീർ റഹിമഹുല്ലാഹി സംഭവം പറയുമ്പോൾ എടുത്തു പറയാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതെല്ലാവിധ ഖൈറിന്റെയും കഥകാണ്. മിഫ്താഹു കുല്ലി ഖൈറിൻ, എല്ലാവിധ നന്മയും എല്ലാവിധ കവാടവും എല്ലാവിധ ഞെരുക്കത്തിനുള്ള തുറവിയുമാണ് തഖ്വ എന്നുള്ളത്. രണ്ടാമത്തേത് വസ്ബിർ, സ്വബർ എന്നുള്ളത് എല്ലാവിധ ഖൈറും കൊണ്ടുവരുന്ന കാര്യമാണ് ക്ഷമ എന്നുള്ളത്. മൂന്നാമത്തേത് വലാ തസ്തഅജിൽ, ധൃതിപ്പെടാതിരിക്കുക. ധൃതി എന്ന് ഉദ്ദേശിച്ചത് എടുത്തു ചാടാതിരിക്കുക, ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാതെ അവധാനതയില്ലാതെ എടുത്തു ചാടാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് തുഅ്ദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബാബിൽ തന്നെ മറ്റു ചില ഹദീസുകളുണ്ട്. അടുത്തത് عن أشج عبد القيس قال لي النبي صلى الله عليه وسلم. അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫ്ദ് ആയിക്കൊണ്ട്, നിവേദക സംഘമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുന്ന സമയത്ത്, ഇതിന്റെ ചില റിവായത്തുകളിൽ കാണാം ആളുകൾ ധൃതിപ്പെട്ട് എടുത്തു ചാടി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹന മൃഗത്തിന്റെ കാര്യവും ബാക്കിയെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടാണ് നബി അടുക്കിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ഫീക ലഖുലുഖൈൻ യുഹിബ്ബുഹുമല്ലാഹ്, നിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള 2 സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2 ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെയധികം പ്രിയപ്പെട്ട 2 ഗുണങ്ങൾ നിന്നിലുണ്ട് എന്ന് ഈ സഹാബിയെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുൽതു, അപ്പൊ അഷജ് അബ്ദുൽ ഖൈസ് പറയാണ്, ഞാൻ ചോദിച്ചു, വമാഹുമാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ഏതൊക്കെയാണത്, ഏതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആ 2 സ്വഭാവങ്ങൾ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ ഹിൽമു വൽ ഹയാഉ, ഹിൽമും ഹയാഉമാണ് എന്ന് പറഞ്ഞു. വേറെ റിവായത്തിൽ വേറെ വാക്കുകൾ വരുന്നുണ്ട്, വായിക്കാം. ഹിൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവധാനത എന്ന് പറയാം. അഥവാ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ്. അള്ളാഹുവിന്റെ ഹലീം എന്നുള്ള നാമത്തിനെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹിൽമുള്ളവനാണ്. അതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? അടിമകൾ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ശിക്ഷിക്കാത്തവൻ, അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ, പാപം അവരുടെ നന്മകൾ കൊണ്ട് പൊറുക്കപ്പെടിപ്പിക്കാൻ അതിനുള്ള അവസരമെല്ലാം കൊടുക്കുന്നവൻ എന്നാണ് ഹലീം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അഥവാ ഉടനടി നടപടി എടുക്കാതെ കുറച്ച് അവധാനത കൊടുത്ത് കുറച്ച് സമയം കൊടുക്കുന്ന ആൾ, അതാണ് ഹിൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നുള്ള അർത്ഥം, ലജ്ജ എന്നുള്ളത് ലജ്ജ ഉണ്ടാവുക എന്നുള്ളത്. കുൽത്തു, അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇതേ ഹദീസ് വേറെ റിവായത്ത് വരുന്നുണ്ട്, അതിൽ പിന്നെ ഹിൽമും അനാട്ടുമാണ് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അഷജ് അബ്ദുൽ ഖൈസ് ചോദിച്ചു, ഖദീമൻ കാന ഔ ഹദീസൻ, ഇത് എനിക്ക് പണ്ടേ ഉള്ളതാണോ അതോ ഇപ്പോ പുതിയതായിട്ട് ഉണ്ടായതാണോ, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായതാണോ അതോ ആദ്യം ഉള്ളതാണോ അതോ പ്രകൃതിയ എനിക്കുള്ള സ്വഭാവമാണോ അതല്ല പുതിയത് ഉണ്ടായതാണോ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീമൻ, നിനക്ക് ആദ്യമേ ഉള്ളതാണ്, നിന്റെ ഉള്ളിൽ ആദ്യമേ ഉള്ളതാണ്. ഖുൽതു, അപ്പോ അഷജ് അബ്ദുൽ ഖൈസ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ
ജബലനി അലാ ഖുലുഖൈനി അഹബ്ബഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി, എന്നിൽ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവങ്ങൾ എന്നിൽ ആക്കി തന്ന അല്ലാഹുവിന്റെ സ്തുതി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിന്റെ 2 റിവായത്തുകളോട് ഇത് പറഞ്ഞിട്ട് ബാക്കി റിവായത്തുകൾ വായിക്കാം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഖദീമൻ ഔ ഹദീസൻ, പഴയതാണോ പുതിയതാണോ എന്നുള്ളത്. സ്വഭാവത്തെ പറ്റി ഹദീസുകളിൽ തന്നെ ഈ നിലക്കൊണ്ട് കാണാം. കാരണം ഒരു ഹദീസിൽ കാണാം, നിങ്ങൾക്കിടയിൽ റിസ്ഖ് വീതിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിസ്ഖ് വീതിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ധാരാളം കൊടുക്കും, ചില ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് ധാരാളം നൽകും, ചില ആളുകൾക്ക് ഇടുങ്ങിയതായി നൽകും, പല രീതിയിലായിരിക്കും. ആ റിസ്ഖ് വീതിച്ചതുപോലെ തന്നെ വീതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്വഭാവം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സ്വഭാവം അങ്ങനെയാണ്. ചില ആളുകളുടെ സ്വഭാവം പ്രകൃതിയ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും, ചില ആളുകൾക്ക് പ്രകൃതിയ മോശപ്പെട്ട സ്വഭാവങ്ങൾ വച്ചുണ്ട്. ചില ആളുകൾ പെട്ടെന്ന് ഇടിച്ചു ചാടും, പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ക്ഷമിക്കാൻ തീരെ പറ്റില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവര് ദീനുള്ള ആളുകളായിരിക്കും, അഥവാ ദീന് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളായിരിക്കും, എന്നാലും ഗീബത്തുകൾ അറിയാതെ പറഞ്ഞു പോവുക, മറ്റുള്ളവരെ കളിയാക്കുക, ആ നിലക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചില ആളുകൾക്ക് ജന്മനാ സംസാരം കുറവായിരിക്കും, അല്ലെങ്കിൽ ലജ്ജയുള്ള ആളുകളായിരിക്കും. അങ്ങനെ പല രീതിയിൽ സ്വഭാവം വീതിച്ചിട്ടുണ്ടാവും. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ പരിചയപ്പെടുന്ന ഓരോ ആളുകൾക്ക് ഓരോ സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ തബഈയായ ഖുലുഖുണ്ട്, സ്വഭാവമുണ്ട്, കസബിയായ ഖുലുഖുണ്ട്. ഒരാൾ നേടിയെടുക്കുന്ന സ്വഭാവമുണ്ട്. അതാണ് ഹദീസൻ എന്ന് പറഞ്ഞത്, ഒരാൾ അയാളുടെ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കുന്ന സ്വഭാവങ്ങൾ. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, ദീനിൽ പഠിപ്പിക്കപ്പെട്ട സ്വഭാവങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അതായത് ചില ആളുകൾ അവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്, എനിക്ക് പ്രകൃതിയായി ഇങ്ങനെയാണ്, പ്രകൃതിയായി ഞാൻ ദേഷ്യം പിടിക്കുന്നവനാണ്, പ്രകൃതിയായി ഞാൻ ഇങ്ങനെയുള്ളവനാണ്, അതുകൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റൂല, അത് അള്ളാഹ് എൻ്റെ അങ്ങനെ ആക്കിയതാണ്, അത് എനിക്ക് മാറ്റാൻ പറ്റൂല, അത് ഇങ്ങനെയാണ് എന്ന് എനിക്ക് ചില ആളുകൾ പറയുന്നതാണ്. അങ്ങനെയല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തബഈയായ ഖുലുഖിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ട് എങ്കിൽ, പോരായ്മകൾ ഉണ്ട് എങ്കിൽ, ന്യൂനതകൾ ഉണ്ട് എങ്കിൽ കസബി ആയിക്കൊണ്ട് അതിന് മാറ്റിയെടുക്കുക വേണ്ടത്. ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിൽ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരാൾക്ക് ഗളബ്, ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളെ വിചാരിക്കാം. അപ്പൊ ദേഷ്യം പിടിച്ചു വെക്കുക എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ലാ തഗ്ബബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ഗളബു മിനശ് ശൈത്താൻ, ദേഷ്യം എന്നുള്ളത് ശൈത്താനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരാൾക്ക് അത് പിടിച്ചെടുക്കണമെങ്കിൽ എന്താണ്? ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ അയാൾ അത് അഭിനയിക്കുക. ദേഷ്യം വരുമ്പോൾ ദേഷ്യം ഇല്ലാത്ത പോലെ അഭിനയിക്കുക. അങ്ങനെ അഭിനയിച്ച് അത് സ്വഭാവമാക്കി എടുക്കുന്ന, പരിശീലിച്ചെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. പല ആളുകളും ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ എല്ലാ ആളുകളും ജനിച്ച പോലെ തന്നെയാണ് മരണം വരെ അല്ല. പല ആളുകളും അവരുടെ അറിവ്, അവരുടെ കഴിവുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ആളുകളുണ്ട്. പല ആളുകളും പല ഗുണങ്ങളും അവരുടെ അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും നേടിയെടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ജന്മന അവർക്ക് ഇല്ലാത്തൊരു കാര്യം കുറച്ചു കാലം കഴിയുമ്പോൾ അവർ നേടിയെടുത്ത് വളർത്തിക്കൊണ്ടിരുന്നത് കാണാം, പരിശീലനത്തിലൂടെ എല്ലാം നേടിയെടുക്കുന്നത് കാണാം. അപ്പൊ അതേപോലെ സ്വഭാവത്തിന്റെ വിഷയത്തിലും അങ്ങനെ മാറ്റാനും നേടിയെടുക്കാനും സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഖദീമൻ ഔ ഹദീസൻ എന്ന് ചോദിച്ചത്. അഥവാ പ്രകൃതിയാ എന്നിലുള്ളതാണോ അതല്ല ഞാൻ നേടിയെടുത്തതാണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ പ്രകൃതിയ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ സഹാബി പറഞ്ഞ പോലെ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ്. നമുക്ക് അമിതമായി സംസാരിക്കാൻ തോന്നുന്നില്ല, മൗനം അവലംബിക്കാൻ, ആവശ്യത്തിന് സംസാരിക്കാൻ, ഖൈറെ സംസാരിക്കാൻ തോന്നുന്നുള്ളൂ, അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. ക്ഷമിക്കാൻ സാധിക്കുന്നത് നല്ല കാര്യമാണ്. ഗീബത്തുകൾ പറയാൻ സാധിക്കുന്നില്ല, നല്ല കാര്യമാണ്. ഹയാ ഉണ്ട്, നല്ല കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുക. ഇനി മോശപ്പെട്ട സ്വഭാവം നമ്മൾ എന്ത് വിചാരിക്കുക? ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉണ്ടാവണമെന്ന് പറഞ്ഞ സ്വഭാവങ്ങൾ കുറവുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ സ്വഭാവം നമ്മളിൽ ഉണ്ട് വിചാരിക്കുക. അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് ചോദിക്കുക. ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ദുആകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാം. اللهم اهدني لأحسن الأخلاق ولا يهدني لأحسنها إلا أنت واصرف عني سيئها ولا يصرف عني سيئها إلا أنت وجهت وجهي الذي എന്നുള്ള ബാക്കിയിൽ വരുന്ന അവസാനത്തിൽ വരുന്ന വാക്കാണ്. اللهم اهدني لأحسن الأخلاق, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ നയിക്കണം. ولا يهدني لأحسنها إلا أنت, നീ അല്ലാതെ ഒരാളും അതിലേക്ക് നയിക്കില്ല. വസ്രിഫ് അന്നി സയ്യിഹ, മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്നെ ഒഴിവാക്കി തരണം, എന്നിൽ നിന്ന് തെറ്റിച്ചറിയണം, നിനക്കല്ലാതെ അത് ഒഴിവാക്കി തരാനും സാധിക്കില്ല. അതുപോലെ ധാരാളം വേറെയും ഹദീസുകൾ സൽസ്വഭാവത്തെ ചോദിക്കുന്ന, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ രക്ഷ തേടുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ സ്വഭാവം എന്നുള്ളത്
പ്രകൃതിയ ഉള്ളതുകൊണ്ട് നേടിയെടുക്കുന്നതുകൊണ്ട്. പ്രകൃതിയെ നമുക്ക് നന്മ ഉണ്ടെങ്കിൽ അതിന് അള്ളാഹുവിനോട് സ്തുതിക്കുക, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. ഇനി ഇതേ ഒരു ഈ സംഭവത്തിന്റെ വ്യത്യസ്ത റിവായത്തുകളാണ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. ഓരോന്ന് വായിക്കാം. عن قتادة رحمه الله قال حدثنا من لقي الوفد الذين قدموا على النبي صلى الله عليه وسلم من عبد القيس وذكر قتادة أبا نضرة عن أبي سعيد الخدري قال قال النبي صلى الله عليه وسلم لأشج عبد القيس. നേരത്തെ പറഞ്ഞ റിവായത്ത് അഷജ് അബ്ദുൽ ഖൈസ് പറഞ്ഞതാണെങ്കിൽ ഇത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, അഷജ് ഇബ്നു അബ്ദുൽ ഖൈസിന്റെ വഫദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷജ് അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു. വന്ന സന്ദർഭം ഉണ്ട് കേട്ടോ. മറ്റുള്ള ആളുകളെല്ലാം ധൃതി പിടിച്ചിട്ട് വന്നപ്പോ അഷജ് അബ്ദുൽ ഖൈസ് വാഹനമൃഗത്തെ നല്ല രീതിയിൽ അവിടെയൊക്കെ വെച്ച് ഒക്കെ ശരിയാക്കി നല്ല എല്ലാ കാര്യങ്ങളൊക്കെ നേരെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്, ഇന്ന ഫീക ലഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്, നിന്നിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് ഗുണങ്ങളുണ്ട്. അൽ ഹിൽമു വൽ അനാതു. ഹിൽമ എന്ന് പറഞ്ഞാൽ എടുത്ത വഴിക്ക് എടുത്തു ചാടിക്കൊണ്ട് നടപടി സ്വീകരിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് ഹിൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തുഅദത്തിന്റെ അർത്ഥം, ഒരു കാര്യത്തെ തസബ്ബുത്ത് സ്ഥിരപ്പെടുത്തി, അവധാനത എന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു കാര്യത്തെ അത് അതിന്റെ അവധാനതയിൽ, അഥവാ അലംഭാവം കാണിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്, അലംഭാവമല്ല, അവധാനത. ഒരു കാര്യത്തിനെ എടുത്തു ചാടാതെ അതിന് ശരി എന്താണ് എന്നുള്ളത് പരിശോധിച്ച് അതിനുള്ളൊരു സമയം കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനാണ് അനാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒഴിവാക്കി അതിലേക്കൊന്നും പരിഗണിക്കാതെ അലംഭാവം കാണിക്കുന്നതോ അതല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ധൃതി കാണിക്കാതെ ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പരിഗണിക്കുന്നതിനാണ് ഇത് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ ഒരു ഹദീസിൽ നിന്നെല്ലാം ഉലമാക്കൾ സൂചിപ്പിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയാം, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് നേരിട്ട് പറയാണത് നിന്നിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ എന്താണ്? മദ്ഹാണ് അല്ലെ? ഒരാളെയുള്ള നല്ല കാര്യം അയാളോട് പറയാന്ന് പറഞ്ഞാൽ മദ്ഹാണ്. ഈ അതുൽ മുഫറദിൽ തന്നെ മദ്ഹിന്റെ ബാബിൽ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വ്യക്തിയോട് നേരിട്ട് അയാളെ മദ്ഹ് ചെയ്യാൻ പറ്റുമോ, അയാളെ പ്രശംസിച്ച് പറയാൻ പറ്റുമോ? മദ്ഹ് ചെയ്യുന്നവന്റെ മുഖത്തേക്ക് മണ്ണെറിയണമെന്നുള്ള ഹദീസൊക്കെ ഇതേ കിതാബിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും ഈ ദർശനം. അപ്പോ ഒരാളെ അമിതമായി പുകഴ്ത്തുക, മദ്ഹ് ചെയ്യുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തിയുള്ള കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇത് ചെയ്ത അല്ലെങ്കിൽ സഹാബികളിൽ നിന്ന് അതുപോലെ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഒരാൾക്ക് നമ്മൾ അയാളുടെ ഗുണം പറഞ്ഞതുകൊണ്ട് അയാൾക്ക് ഫിത്ന ഉണ്ടാവുകയില്ല, അയാൾക്ക് കുഴപ്പം സംഭവിക്കുകയില്ല, അയാൾക്ക് ഉജുബോ അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ, ആ ഒരു വിശ്വാസം അയാളുടെ മേലെ ഉണ്ട് എങ്കിൽ അയാളുടെ നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അയാളെ നേരിട്ട് ആ രീതിയിൽ മദ്ഹ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അതല്ലാതെ അയാൾക്ക് അപകടമാകുമെന്ന് തോന്നുകയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നേരിട്ട് അയാളുടെ നേരെ പറയാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. عن ابن عباس رضي الله عنهما قال النبي صلى الله عليه وسلم للأشج عبد القيس إن فيك لخصلتين يحبهما الله الحلم والعنات. هذه رواية ابن عباس رضي الله عنه. അടുത്ത ബാബുൽ ബഗി എന്ന് പറഞ്ഞാൽ ബുൽമ എന്നുള്ള ഒരാളുടെ മേലെ അതിക്രമം കാണിക്കുന്നതിനാണ് ബഗി എന്ന് പറയാ. ഒരാളുടെ മേലെ അതിക്രമം കാണിക്കുക. അപ്പൊ നമ്മളെക്കാൾ താഴെയുള്ള ഒരാളാണ്, അത് സമ്പത്ത് കൊണ്ടാവട്ടെ, സ്ഥാനം കൊണ്ടാവട്ടെ, ആരോഗ്യം കൊണ്ടാവട്ടെ, ഏത് നിലക്കാവട്ടെ, അയാളോട് അതിന്റെ മേലെ അതിക്രമം കാണിക്കുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. ബഗി വളരെ ഗൗരവമുള്ള തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. عن ابن عباس رضي الله عنهما ابن عباس رضي الله عنه പറയാണ്, قال لو أن جبلا بغى على جبل لدك الباغي. ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിന്റെ മേലെ ബഗി കാണിച്ചാൽ, മറ്റൊരു പർവ്വതത്തിന്റെ മേലെ, അതിന്റെ ഒരു ഉദാഹരണം പറയാണ്, ഒരു പർവ്വതം അതിനേക്കാൾ താഴ്ന്ന മറ്റൊരു പർവ്വതത്തിന്റെ മേലെ ഒരു അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ ലദുക്കൽ ബാഗി, ആ അതിക്രമം കാണിച്ച പർവ്വതം പൊട്ടി തകർന്നു പോകുന്നു. കാരണം അതിന് അങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് പറയാണ്. അപ്പൊ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഗൗരവം അറിയിക്കാനാണ് ഉപമ പറഞ്ഞത്. ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിന്റെ മേലെ അതിക്രമം കാണിച്ചാൽ വരെ ആ അതിക്രമം കാണിച്ച പർവ്വതം പൊട്ടി തകരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും?
ഒരാളോടും നമ്മളെക്കാൾ താഴെയുള്ള ആളുകളോടാണ് നമ്മൾ പെരുമ കാണിക്കാനും നമ്മുടെ കഴിവ് കാണിക്കാനും നോക്കുക. അപ്പൊ നമ്മളെക്കാൾ കീഴിലുള്ള ജോലിക്കാരോട്, അല്ലെങ്കിൽ ചില ആളുകൾ കാണാം ഹോട്ടലിലെ വെയിറ്റർമാരോട്, കാരണം അവർ തിരിച്ചിങ്ങോട്ടൊന്നും പറയില്ല ഉറപ്പാണ്, തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യൂല ഉറപ്പുള്ളവരുടെ മേലെ നമ്മൾ എന്ത് ചെയ്യാൻ കാണിക്കുക, നമ്മൾ എന്താ പറയാ, നമ്മുടെ സ്ഥാനം കാണിക്കുക ഭാര്യമാരോട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴെയുള്ള ആളുകളോട്, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ സ്ഥാനം കൊണ്ടോ നമ്മളെക്കാൾ താഴെ തിരിച്ചിങ്ങോട്ട് എല്ലാ ആൾക്കാരോടും നമ്മൾ കാണിക്കും. അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അത് ബഗീൽ നിലക്കായി കഴിഞ്ഞാൽ ഗൗരവമുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ നിലക്ക് പറഞ്ഞത്. ഹദീസിൽ ഇതേ ആശയം വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ലതുഅദ്ദന്നൽ ഹുഖൂഖ് ഇലാ അഹ്ലിഹാ ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജമ്മാ മിൻ ശ്ശാത്തിൽ ഖർനാ. നാളെ എല്ലാവർക്കും പരസ്പരം ഹക്ക് വീട്ടി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അഥവാ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിന്റെ മേലെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് അതുവരെ തിരിച്ചു ചെയ്യും. ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ആക്കേണ്ടി വരും. അതായത് കൊമ്പ് കൊടുത്ത ആരാണ്? അള്ളയാണ്. മറ്റേന് കൊമ്പില്ലാത്ത ആരാണ്? അള്ളയാണ്. അതുപോലെ തന്നെ നമുക്ക് സമ്പത്തോ സ്ഥാനമോ അതുപോലെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നാണ്. മറ്റവന് കൊടുക്കാത്ത അള്ളാഹു നൽകാത്തതാണ്. അതിന്റെ പേരിൽ നമുക്ക് എന്തില്ല? അഹങ്കരിക്കാനോ അവന്റെ മേലെ അധികാരം കാണിക്കാനോ അതിക്രമം കാണിക്കാനോ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, സഹാബി വന്ന് ചോദിച്ചു, എനിക്ക് ചില അടിമകളുണ്ട്, അവർ എന്നോട് നന്ദികേട് കാണിക്കാറുണ്ട്, അഥവാ എന്റെ സമ്പത്ത് കട്ടെടുക്കുക അല്ലെങ്കിൽ എന്നെ ചതിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഞാൻ അവരെ അടിക്കാറുമുണ്ട്, ഞാൻ അവരെ ശിക്ഷിക്കാറുമുണ്ട്, എന്തായിരിക്കും എന്റെയും അവരുടെയും പരലോകത്തെ അവസ്ഥ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിന്നോട് ചെയ്ത തെറ്റിന് യോജിച്ച രീതിയിലാണ് നീ അവരെ ശിക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമുണ്ടാവില്ല. അതല്ല, നീ ശിക്ഷിച്ചത് കൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് നിന്നിൽ നിന്ന് അവർക്ക് വീട്ടിൽ കൊടുക്കേണ്ടി, അവർ ചെയ്തതിനേക്കാൾ കൂടുതലായി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് അത് വീട്ടിൽ കൊടുക്കേണ്ടി വരും. കുറവാണ് എങ്കിൽ, അവർ ചെയ്തതിനേക്കാൾ കുറവാണ് നീ ശിക്ഷിച്ചത് എങ്കിൽ അത് നിനക്ക് നന്മയായിട്ടുണ്ടാവുകയും ചെയ്യും പരലോകത്ത് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബിക്ക് ഭയങ്കര പേടിയായി. ഈ സഹാബി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഞാൻ നല്ലത് അവരെ മോചിപ്പിക്കലാണ് എന്നതാണ് തോന്നുന്നത്. കാരണം അവരെ കൊണ്ട് പരലോകത്ത് നഷ്ടം വരും. പരലോകത്തെ പറ്റി കാര്യം പറഞ്ഞപ്പോ ആ സഹാബി അത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി പേടിക്കുകയാണ്. എന്നിട്ട് ആ സഹാബി അവരെ മോചിപ്പിച്ച അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോ ആരോടാണെങ്കിലും അതിക്രമം പ്രവർത്തിക്കുന്നത് വലിയ അപകടമാണ്. ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഹദീസ് കാണാം. അൻ ഫുദാലത്ത് ബിൻ ഉബൈദ് عن النبي صلى الله عليه وسلم قال فضالة بن عبيد رضي الله عنه തിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുസ്അലു അൻഹും, മൂന്ന് കൂട്ടർ അവരെ കുറിച്ച് ചോദിക്കേ വേണ്ട, അതായത് അവർക്ക് നാശം ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്, അവരെ കുറിച്ച് ചോദിക്കേ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ നശിച്ചു, അവർക്ക് നാശം ഉറപ്പാണ്. മൂന്ന് കൂട്ടർ ആരാണത്? റജുലുൻ ഫാറഖൽ ജമാഅത വഅസാ ഇമാമഹു ഫമാത ആസിയൻ, ഒരു വ്യക്തി അവൻ ജമാഅത്തിൽ നിന്ന് വിട്ടുപോയി. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഭരണാധികാരിയായിക്കൊണ്ട് നേതാവായിക്കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തി അവിടെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ജമാഅത്ത് ഉണ്ട്. ആ ജമാഅത്തിൽ നിന്ന് ആ ഇമാമിനെ വിട്ടുകൊണ്ട് പിരിഞ്ഞു പോവുക. അത് ഇമാമിനെ അനുസരിക്കാതെ, ഇമാമിന് കേൾവി അനുസരിക്കാതെ, ഇമാമിനെ ധിക്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത്. കാരണം മുസ്ലിമീങ്ങളുടെ പല ഇബാദത്തുകളാവട്ടെ മുആമലാത്തുകളാവട്ടെ ജമാഅത്തായിട്ടേ നടക്കുള്ളൂ. നിസ്കാരമാവട്ടെ അല്ലെങ്കിൽ ജുമഅയാവട്ടെ അതുപോലെ ജിഹാദ് ആവട്ടെ ജമാഅത്തായി നടക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഇമാം വേണം. അമീറില്ലാതെ ജമാഅത്ത് ഉണ്ടാവുമോ? ഇല്ല. ഒരു നേതാവില്ലാതെ ഒരു സംഘം ഉണ്ടാവൂല. അതുപോലെ തന്നെ ആ സംഘം അവിടെ നിലനിൽക്കണമെങ്കിൽ, ഒരു ഇമാമും ആ ജമാഅത്തും നിലനിൽക്കണമെങ്കിൽ ആ ജമാഅത്തിന് എന്ത് വേണം? കേൾവി അനുസരണം വേണം. നേതാവിനെ അനുസരിക്കാതെയും കേൾക്കാതെ, നേതാവ് പറഞ്ഞ് കേട്ടും അനുസരിച്ചുകൊണ്ട് നിൽക്കാതെ, അള്ളാഹുവിനെതിരാകാത്ത കാലത്തോളം അനുസരിക്കാതെ ആ ജമാഅത്ത് നിലനിൽക്കില്ല, അത് നശിച്ചുപോകും. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്, മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു ഇമാം, ഒരു നേതാവുണ്ട് എങ്കിൽ അവനെ അതിൽ നിന്ന് ആ ഇമാമിനെ ധിക്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുക എന്നുള്ളത്. ഇമാമഹു ഫമാത ആസിയൻ, അങ്ങനെ ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടു പോയാൽ അവന് പിന്നെ നാശാണ്, അവൻ നശിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാം. ഫലാ തുസ്അൽ അൻഹു, അവനെ കുറിച്ച് ചോദിക്കുന്ന വേണ്ട. രണ്ടാമത്തെ പറഞ്ഞു വഅമത്തുൻ ഔ ആബദുൻ ആബഖ മിൻ സയ്യിദിഹി, ഒരു അടിമയാവട്ടെ അടിമപ്പെണ്ണാവട്ടെ അവരുടെ നേതാവിൻ അവരുടെ യജമാനനിൽ നിന്ന് ഓടിപ്പോവുക. അതായത് അടിമ സമ്പ്രദായം എന്നുള്ളതാണ്. അടിമക്ക് പൊതുവെ നാട്ടിൽ ഇസ്ലാമിന് മുമ്പ് അടിമ സമ്പ്രദായം ഉണ്ട്. ആ അടിമയ്ക്ക് യജമാനോടുള്ള കടമകളുണ്ട്.
ഇസ്ലാം വന്നപ്പോൾ യജമാനോടുള്ള കടമയില്ല ഒക്കെ നിർത്തിവെച്ചു എന്നല്ല. യജമാനോടുള്ള കടമ അടിമ നിർവഹിക്കണം. രണ്ട് പ്രതിഫലം ഉണ്ടെന്നാ. യജമാനോട് കടമയും അള്ളാഹിനോടുള്ള കടമയും നിർവഹിക്കുന്ന ഒരു അടിമയ്ക്ക് രണ്ട് പ്രതിഫലം ഉണ്ടെന്നാ. ആ യജമാനോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത. ഇപ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് എന്തല്ല, അടിമയാണ്, അവിടുന്ന് സ്വതന്ത്രരായിട്ടില്ല. പിന്നെ മുസ്ലിമീങ്ങൾ തോട്ടം ഉണ്ടാക്കി നൽകിയിട്ടാണ്, വലിയ തോട്ടം ഓരോരുത്തരും ഈന്തപ്പന വളർത്തിയിട്ടാണ് 360 എത്രയോ ഈന്തപ്പനകളുടെ തോട്ടം നൽകിയിട്ടാണ് മോചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല യുദ്ധങ്ങളിലും ആർക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? യജമാനം വിട്ടിട്ടില്ല. യജമാനം വിട്ടാൽ മാത്രമേ ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജിഹാദിന് പോകാൻ പറ്റുള്ളൂ. യജമാനോടാണ് ഏറ്റവും കൂടുതൽ കടമുള്ളത്. ആ യജമാനിൽ നിന്ന് ഓടിപ്പോയ ഒരാൾ അവന്റെ വിഷയത്തിലും ചോദിക്കണ്ട. മൂന്നാമത്തേത് പറഞ്ഞു, ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കുകയാണ്, യാത്രയിലാണ്, മറ്റെന്തെങ്കിലും ആണ്. അവൾക്ക് ആവശ്യമായ ദുനിയാവിയായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഭർത്താവ് പോയത്. ഇപ്പൊ ഒരു യാത്രക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭർത്താവ് ഭാര്യയെ വിട്ടു പോകുമല്ലോ, അങ്ങനെ പോയി. ആ ഭാര്യക്ക് ആവശ്യമായിട്ടുള്ള ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ ഒരുക്കിയിട്ടുണ്ട്. അവൾ എന്ത് ചെയ്തു? അവൾ സൗന്ദര്യ പ്രകടനം നടത്താൻ തുടങ്ങി. പൈസ ഉണ്ട്, ഭർത്താവ് എടുത്തില്ല, അതുകൊണ്ട് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ. തമറജത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിത്നയുണ്ടാക്കുന്ന അവസ്ഥയിൽ അവൾ നടക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു പെണ്ണിന്റെ കാര്യം നാശമാണ് എന്നുള്ളത് പലപ്പോഴും പല സ്ത്രീകളും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയണ്ട. ചില ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ നടക്കുന്നുണ്ട്. വേറെ കാര്യം, ഇല്ലാത്ത അവസ്ഥയിൽ ഭർത്താവിന്റെ പണവുമായി ഭർത്താവ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഭർത്താവിന്റെ പണം ലഭിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സൗന്ദര്യ പ്രദർശനം നടത്തി, അല്ലെങ്കിൽ മുഖം വെളിവാക്കി, അല്ലെങ്കിൽ ആ നിലക്ക് നടന്ന്, അതുപോലെ തന്നെ ഫിത്നയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ഒരു സ്ത്രീ നടക്കുന്നത്. ഈ മൂന്ന് കൂട്ടരെ പറ്റി ചോദിക്കാൻ വേണ്ട, അവർക്ക് നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ മൂന്ന് കൂട്ടരെ വീണ്ടും പറഞ്ഞു, വസലാഹത്തുൻ ലാ യുസ്അലു അൻഹും, മൂന്ന് കൂട്ടരെ കൂടിയും പറഞ്ഞു, അവരെ പറ്റിയും ഒന്നും ചോദിക്കണ്ട, അഥവാ നാശമാണ് അവർക്ക്. റജുലുൻ നാദഅ അല്ലാഹു റിദാഅഹു ഫഇന്ന റിദാഅഹു അൽകിബ്രിയ വഇസാറഹു ഇസ്സുഹു. അള്ളാഹുവിന്റെ റിദാഇനോട്, മേൽവസ്ത്രത്തിനോടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വസ്ത്രങ്ങളോട് മത്സരിക്കുന്നവൻ. കാരണം മുമ്പ് ഹദീസ് പറയുന്നത് അള്ളാഹുവിന്റെ മേൽവസ്ത്രം കിബ്രിയ ആണ്, അഹങ്കാരമാണ്. അള്ളാഹുവിന്റെ താഴ്വസ്ത്രം എന്ന് പറയുന്നത് പിന്നെ ഇസ്സത്താണ്, പ്രതാപമാണ്. അപ്പൊ അഹങ്കാരം കാണിക്കുന്ന ഒരാൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഹങ്കാരം കാണിക്കുന്ന ഒരാൾ, വറജുലുൻ ശക്ക ഫി അംരില്ലാഹ്. ആ ഭാഗങ്ങൾ കുറച്ചുകൂടി പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ദർസിൽ ഈ ഹദീസിന്റെ രണ്ടാമത്തെ മൂന്ന് കൂട്ടരെ പറ്റിയിട്ട് അടുത്ത ദർസിൽ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.